Good morning. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ പഠിച്ചുകൊണ്ടിരുന്നേ ആണോ? ഓപ്പറേഷൻ തിയേറ്ററിലെ ഓക്കെ, എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ വരെ. ഓക്കെ, അത് കംപ്ലീറ്റ് ആയല്ലേ? ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ആയല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 3 ടൈപ്പ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞു നമ്മൾ അല്ലെ, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? എന്താണ് ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? ഒന്നുകൂടി പറയണോ? പറയാം കേട്ടോ. എന്താണ് ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? ഫാബ്രിക്കേഷൻ എങ്ങനെയായിരിക്കും? ഫാബ്രിക്കേറ്റഡ് ആണ്, പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ച്, പ്രധാനമായിട്ടും സ്റ്റീൽ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ. സ്റ്റീൽ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെയോ എന്താ? പിന്നെ എന്താ പ്രത്യേകത? വേറെ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നിങ്ങൾ നോക്കാൻ പറഞ്ഞു നോക്കിയിരുന്നോ പിക്ചേഴ്സ് ഒക്കെ? വിപുലീകരിക്കാൻ പറ്റും, ശരിയാണ്. നമ്മുടെ ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ബിൽഡിംഗ്, അങ്ങനെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് നമ്മള് അതൊരു ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചറിലാണ് ചെയ്തെടുക്കുന്നത് അല്ലെ. പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു ഫിനിഷ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റീൽ സ്ട്രക്ചർ ആണ് അല്ലെ. ആ സ്റ്റീൽ സ്ട്രക്ചറിൽ നമുക്ക് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള കോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഹൈ ക്വാളിറ്റി ഫിനിഷിംഗിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതെ, ദീർഘകാലം നമുക്ക് നിലനിർത്തും. അതിന് ഒത്തിരി ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പെട്ടെന്ന് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. നമ്മളൊരു ബിൽഡിംഗ് പണിയുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അതുപോലെ ബിൽഡപ്പ്, അത് നമ്മുടെ കണ്ടാമിനേഷനോ കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി നമ്മുടെ ഒരു സ്റ്റെറൈൽ കോട്ടിംഗ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ കണ്ടാമിനേഷൻ മുതലായിട്ടുള്ള എന്താണ് അത് മുക്തമാക്കി എപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ലോങ് ഡ്യൂറബിലിറ്റി, ഒത്തിരി നാള് നമുക്ക് നിർത്താനായിട്ട് അല്ലെ, ഒത്തിരി നാള് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഉണ്ട് അല്ലെ. നമുക്ക് ഭാവിയിൽ എത്ര വേണമെങ്കിലും നമുക്ക് നമ്മുടെ സ്പേസ് വിപുലീകരിക്കാനുള്ളൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട് അല്ലെ. നമുക്ക് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതങ്ങനെയാണെങ്കിൽ നമുക്ക് അത് മാറ്റി പൊളിച്ചു മാറ്റി നമുക്ക് പണിതിവിടെ. അതേസമയം നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ അത് പൊളിച്ചു മാറ്റി അത് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സും ഇത് വഴിയുണ്ട്. പിന്നെ എന്താ, ഈസ് ഓഫ് മെയിൻ്റനൻസ് അല്ലെ. നമുക്ക് അറ്റകുറ്റപ്പണികൾ എടുക്കാനായിട്ട് എളുപ്പമാണ്, അധികം ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. ഇൻസ്റ്റലേഷൻ, ഇപ്പൊ ഒരു ഉപകരണം കൊണ്ടുവന്നാൽ അതൊരു വലിയ ഉപകരണമാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു റൂമിലേക്ക് ചിലപ്പോൾ ആ ഒരു ഉപകരണം കയറുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിലാകുമ്പോൾ ആ ഉപകരണം നമുക്ക് ഈസി ആയിട്ട് കയറ്റാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ് അത് കയറ്റാൻ പറ്റുന്നത്? ആ ഒരു സ്ട്രക്ചറിന്റെ ഹാർഡ്നെസ്. ഇപ്പൊ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിംഗ് നമുക്ക് പൊളിച്ചകത്തോട്ട് കയറ്റാൻ പറ്റില്ല അല്ലെ. അതേസമയം ഈ ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്, ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമുക്ക് സ്ക്രൂവും കാര്യങ്ങളൊക്കെ വെച്ച് റിമൂവ് ചെയ്ത് മാറ്റിയാൽ എത്ര വലിയ ഉപകരണമാണെങ്കിലും നമുക്ക് അതിനുള്ളിൽ അത് പ്ലേസ് ചെയ്യാനായിട്ട്, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ശരിക്കും ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഒന്നുകൂടി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ ക്ലിയർ ആണോ? ആരാണ് ചോദിച്ചത്? ഫസ്താനയാണ്. ജസ്ന ക്ലിയർ ആണോ? ജസ്ന ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് അടുത്തതാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയല്ലേ.
functionally linking the operation theatre environment. This consists of patient information, audio, video, surgical lights, room lights, AC and medical equipments. Integrated in the combines various medical and technological systems. Medical and technological systems in medical and technological systems in combine integrated normally method alla follow ചെയ്തത് ഇടയ്ക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ, രണ്ട് സിസ്റ്റംസും ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട്. അതെ, കുറച്ചും കൂടി ഡിജിറ്റലൈസ്ഡ് ആയിരിക്കും, കുറച്ചും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഫോമാണ്. നമ്മൾ നോർമലി നമ്മുടെ പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന മെത്തേഡുകളല്ല, ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിൽ മോഡേൺ ആയിട്ടുള്ള ഉപകരണങ്ങൾ, കാര്യങ്ങൾ, എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരു ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പിക്ചർ നോക്കാൻ നോക്കിയായിരുന്നോ? ആരെങ്കിലും ഒക്കെ നോക്കിയിരുന്നോ? നോക്കി. എന്താണ് അതിന്റെ ഒരു വ്യത്യാസം തോന്നിയത്? ഒന്ന് പറഞ്ഞേ, കണ്ടവരൊന്ന് പറഞ്ഞേ. ആ ഒരു പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് തോന്നിയത് നോർമൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഒരു ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ? അവിടെ എന്തിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്? നമുക്ക് ഈ സർജറി ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് അല്ലെ? ആണോ? ഉണ്ടോ? കണ്ടോ? പിക്ചർ കണ്ടായിരുന്നോ? ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി, അത് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ്. ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ എന്താ, ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ പാനൽ ഉണ്ടാവും. ശരിയാണ്, ക്യാമറയൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു കൺട്രോൾ പാനൽ ഉണ്ടാവും. അതുപോലെ ഇപ്പൊ MRIയോ CT സ്കാനുകളോ മുതലായവരൊക്കെ നമുക്ക് അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആ കൺട്രോൾ പാനൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സ്കാനിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് ഇപ്പൊ ഡോക്ടേഴ്സിന് ഇങ്ങനെയുള്ള ഓഡിയോ, വീഡിയോ മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ആ സർജറി ചെയ്യുന്ന സമയത്ത് ഓരോ ഇമേജുകളും നമുക്ക് വ്യക്തമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ സർജൻസിന് എന്താണ്, അത് കുറച്ചും കൂടി ഈസി ആവാല്ലേ അല്ലെ? അതെ, ഡയഗ്നോസ് ചെയ്യാൻ ഈസിയാണ്, പ്രൊസീജിയർ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവാണ് അല്ലെ? അതുപോലെ തന്നെ ഇങ്ങനെ റിയൽ ടൈം ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഇമേജിങ് കിട്ടുന്നുണ്ട് ഇല്ലേ? നമുക്ക് അറ്റ് ടൈം എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള ഇമേജിങ് അല്ലേ കിട്ടുന്നത് അല്ലെ? അതുപോലെ വൈറ്റൽ സയൻസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ആ പേഷ്യൻസിന് എന്തൊക്കെയാണ് സുപ്രധാനമായ അടയാളങ്ങള്, അവർക്ക് എന്തൊക്കെയാണ് ഹാർട്ട് ബീറ്റുമായി ബന്ധപ്പെട്ടതാവാം, ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ടതാവാം, അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള വൈറ്റൽ സയൻസും നമുക്ക് ഉടനടി റിയൽ ടൈമിൽ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ പേഷ്യൻസിന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് കുറയ്ക്കാൻ പറ്റില്ലേ അല്ലെ? ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന സമയമൊന്നും നമുക്ക് ഇവിടെ എടുക്കുന്നില്ലല്ലോ. പേഷ്യൻസിന് വെയിറ്റ് ചെയ്യുന്ന സമയം കുറയ്ക്കാൻ പറ്റും. അതുപോലെ സർജൻസിന് ഇപ്പൊ സർജിക്കൽ ടീമുമായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനായിട്ടും സാധിക്കും. ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് ചെയ്തു നമുക്ക് റിയൽ ടൈം ആയിട്ട് അപ്പൊ തന്നെ നമുക്ക് ഇമേജ് കാര്യങ്ങൾ സർജൻസിന് കിട്ടാണ്. ഒരു കൺട്രോൾ പാനൽ ഉപയോഗിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്. അപ്പൊ അവിടെ ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ ഇമേജ് കാര്യങ്ങൾ കാണിക്കും. ഉടനെ അവർ പറയാണ് ഇന്ന പ്രൊസീജിയർ ആണ് അടുത്ത് ചെയ്യേണ്ടത്. സർജന് പെട്ടെന്ന് ആ സർജിക്കൽ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റും അല്ലെ? അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് എന്തിനുണ്ട്? ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, ഫങ്ഷണലി ലിങ്കിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെന്റ്. ദിസ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ, ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അതായത് ഇവിടെ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ എല്ലാ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. മിസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഫങ്ഷണലി ലിങ്കിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ എന്ന്, അതായത് പലതരത്തിലുള്ള ടെക്നോളജീസ്, അഡ്വാൻസ്ഡ് ടെക്നോളജീസുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെന്റ് ആണ്. അത്രയും മനസ്സിലായല്ലോ?
ആണല്ലോ. അതിൽ പേഷ്യൻസുമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതിപ്പോ ഓഡിയോസിലൂടെയോ വീഡിയോസിലൂടെ ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു വരുന്നില്ലേ, അതുപോലെ വീഡിയോസ്, ചെയ്യുന്ന പ്രൊസീജിയേഴ്സിന്റെ വീഡിയോസ് മുതലായ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സർജിക്കൽ ലൈറ്റുകൾ പലതരത്തിലുള്ളതുണ്ടാവും, റൂം ലൈറ്റുകൾ പലതരത്തിലുള്ളതുണ്ടാവും, AC സജ്ജീകരിച്ചിട്ടുണ്ടാവും, പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ ക്ലിയർ ആയോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്ത? ഒന്നുകൂടി പറഞ്ഞല്ലോ, ഒന്നുകൂടി പറയണോ? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക, കുറച്ചുകൂടി കമ്പൈൻഡ് ഫോം ആണ്. അത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോളോ ചെയ്യുന്ന പ്രൊസീജിയറിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ടെക്നോളജീസ് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് അതൊരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ അവിടെ ഈ പറയുന്ന തരത്തിലുള്ള ഓഡിയോസ് ആണെങ്കിലും വീഡിയോ, സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC, മെഡിക്കൽ എക്യുപ്മെന്റ്സ് മുതലായ ഒത്തിരി സജ്ജീകരണങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള സർജൻസിന് അവർ ചെയ്യുന്ന പ്രൊസീജിയർ കുറച്ചും കൂടി എളുപ്പത്തിൽ രോഗനിർണയം നടത്താനും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് അവർക്ക് പ്രൊസീജിയർ ചെയ്യാനും പറ്റും അല്ലെ. ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഉടനടി സർജിക്കൽ ടീമുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പേഷ്യൻസിന് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ റിയൽ ടൈം ഇമേജുകൾ, CT സ്കാനോ MRO കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ ഉടനടി തന്നെ അവിടെ എടുക്കാനും അതിനനുസരിച്ചുള്ള പ്രൊസീജിയർ ഉടനടി പേഷ്യൻസിന് കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തത്? ഓക്കെ ഓക്കെ അടുത്തതാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഹൈബ്രിഡിൽ എന്തായിരിക്കും? സർജിക്കൽ തിയേറ്റർ ദാറ്റ് ഈസ് equipped with modern medical imaging devices like CIAMs. കണ്ടായിരുന്നോ നിങ്ങൾ ഈ പിക്ചർ കണ്ടായിരുന്നോ? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ CIAM എന്താണെന്നറിയാമോ? ഇതൊരു എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം തന്നെയാണ്. കണ്ടിട്ടുണ്ടോ? ഒരു ടൈപ്പ് ഓഫ് എക്സ്റേ ഇമേജിംഗ്. അതെ, റിയൽ ടൈം എക്സ്റേ എടുക്കുന്നത് ഒരു C ഷേപ്പിലാണ് അത് ഇരിക്കുക. അതാണ് അതിന്റെ ആ ഒരു സീം ആവൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടാ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? പിക്ചറിലോ കാര്യങ്ങളോ ഒക്കെ കണ്ടു കാണുമായിരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ. അതിങ്ങനെ ഒരു C ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതിന്റെ ആ ഒരു അറ്റത്തായിരിക്കും അതൊരു ആം പോലെ ഒരു C ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ടൈപ്പ് എക്സ്റേ ഇമേജിംഗ്. അതെ, റിയൽ ടൈം ആയിട്ട് നമുക്ക് ഇമേജ് കാര്യങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത് സർജിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് എക്സ്റേ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമേജിംഗ് എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം ആണ് CIAMs. അപ്പൊ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലാണ്. ശരിക്കും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജിക്കൽ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. അഡ്വാൻസിംഗ് ടെക്നോളജീസ് മാത്രമായിരിക്കും പ്രധാനമായിട്ടും ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ള CIAMs ഉണ്ടാവും. CT സ്കാനേഴ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ്. This allows slightly invasive surgery, less incision. എന്താണ് ഇങ്ങനെയുള്ള അഡ്വാൻസിംഗ് ടെക്നോളജീസ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി, അതായത് പണ്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന എങ്ങനെയായിരുന്നു? വലിയ രീതിയിലുള്ള മുറിവ് ഉണ്ടാക്കിയായിരുന്നു അല്ലെ? ആയിരുന്നില്ലേ? വലിയ രീതിയിലുള്ള മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലേ സർജറീസ് നടത്തിയിരുന്നത്? ആണോ? ഇങ്ങനെയായിരുന്നു സർജറീസ് അല്ലെ? അതേസമയം ഇപ്പോഴെങ്ങനെയാണ്? അത്രയും വലിയ രീതിയിലുള്ള മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല അല്ലെ? അത് എന്തുകൊണ്ടാണ് ഇത് കുറഞ്ഞത്? എന്തുകൊണ്ടാണ് ആ മുറിവിന്റെ ഒക്കെ ആ ഒരു ആഴവും അതിന്റെ വലിപ്പവും ഒക്കെ കുറയാൻ സഹായിച്ചത്? എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്തായിരിക്കും? എന്താണോ? ഈ പണ്ട് മുതലുള്ള ആ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഇപ്പൊ ഫോളോ ചെയ്താൽ പോലെ? അതെ, പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നതിനനുസരിച്ച് അല്ലെ, പുതിയ മെഷീനറീസും ടെക്നോളജീസും ഒക്കെ വരുന്നതിനനുസരിച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ മുൻപ് നടന്നിരുന്ന അതേ പ്രൊസീജിയേഴ്സിലല്ല ഇപ്പൊ നമ്മുടെ പ്രൊസീജിയേഴ്സ് സർജറി കാര്യങ്ങൾ ചെയ്തു വരുന്നത് അല്ലെ. മിനിമം ഇൻവേസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനിമം ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലെ. ആണല്ലോ? കൂടുതലും ഇപ്പൊ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് അല്ലെ. മേജർ ഓപ്പറേഷൻസ് മാത്രമേ വലിയ രീതിയിൽ വരുന്നുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് മിക്കതും നമ്മളൊരു ചെറിയ മുറിവുകളിലൂടെ ചെയ്തു തീർക്കാം. അധിക ദിവസം പേഷ്യൻസിന് റെസ്റ്റ് വേണ്ട, ഒത്തിരി ഡിഫിക്കൽട്ടിയോട്ടൊന്നും പോവാത്ത രീതിയിൽ ഒത്തിരി അഡ്വാൻസ് ടെക്നോളജീസ് വരുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും സജ്ജമാക്കിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ സ്വാഭാവികമായിട്ടും അവിടെ വലിയ മുറിവുകൾ ഉണ്ടാക്കിയ ഒരു ഓപ്പറേഷൻ സർജറീസ് ആണ് നടക്കുക. അത് ചെറിയ രീതിയിലുള്ള മുറിവുകളുള്ള സർജറീസ് ആയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും നടക്കുക.
ഏതായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുമ്പോൾ തന്നെ ക്ലിയർ ആവില്ലേ? എങ്ങനെയുള്ളതായിരിക്കും? സ്മോൾ ആയിരിക്കും അല്ലെ? സ്മോൾ ആയിരിക്കും, വളരെ ചെറിയ രീതിയിൽ ലെസ് ഇൻസിഷൻ, അല്ലെങ്കിൽ ചെറിയ മുറിവുകളോട് കൂടിയുള്ള എന്താണ് സർജറീസ് കാര്യങ്ങളായിരിക്കും. ഇവിടെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ടെക്നോളജീസും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള പ്രൊസീജിയേഴ്സും ഉപകരണങ്ങളും ആണുള്ളത്. വലിയ രീതിയിലുള്ള മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ടി വരുന്നില്ല. എന്നാൽ അവിടെ കൃത്യമായിട്ടുള്ള സർജറി പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ളത്, അപ്പൊ ഇതിനനുസരിച്ചുള്ള കൃത്യമായ HD ക്യാമറാസ്, മോണിറ്റേഴ്സ്, LED ലൈറ്റ്സുകള്, വോയിസ് കൺട്രോൾ സിസ്റ്റം മുതലായിട്ടുള്ള ഒത്തിരി ഫെസിലിറ്റീസ് ഈ ഒരു ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കിയാൽ 3 എണ്ണം വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ മുറിവുണ്ടാവുക കേട്ടാ. ചെറിയ മുറിവുകൾ എന്നാ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വായിച്ച് ചെയ്യുമ്പോ ഒക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് against hazards in operation theatre. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ഹസാർഡ്സ് അല്ലെങ്കിൽ അപകടങ്ങൾക്കെതിരായ പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണ്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ അപകടങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെ? അങ്ങനെയുള്ള ഹസാർഡ്സിനൊക്കെ അല്ലെങ്കിൽ അപകടങ്ങൾക്ക് എതിരെ നമുക്ക് എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധ നടപടിക്രമങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിട്ട് ചെയ്യാം? അതിൽ ഒന്നാമതാണ് put on shoes prepared for nurses with non-slip soles. എന്താണ്? നഴ്സസ് ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ അവർ ഇപ്പൊ ഏത് ജീവനക്കാരാണെങ്കിലും അവരുടേതായ രീതിയിലുള്ള യൂണിഫോം, ജീവനക്കാർ മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന പേഷ്യൻസിനും അവരുടേതായ പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോംസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ധരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നഴ്സസ് ആണെങ്കിൽ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഷൂസ് ധരിക്കുക. അതെങ്ങനെയുള്ളതാണ്? വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്, തെന്നിപ്പോവാത്തതോ അല്ലെങ്കിൽ വഴുതി പോവാത്ത ചില ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് ചപ്പൽസ് ഒക്കെ ഇടുന്ന സമയത്ത് തെന്നിപ്പോവാറുണ്ട് അല്ലെ? നമുക്ക് നിൽക്കുന്നവിടത്ത് ഉറച്ചു നിൽക്കാൻ പറ്റാണ്ട് പോവാറില്ലേ? വരാറുണ്ടോ നമുക്ക് അങ്ങനെ? ടൈൽസിലൊക്കെ ചവിട്ടുന്ന സമയത്ത് ചിലപ്പോൾ സ്ലിപ്പായി പോവാം അല്ലെ? അങ്ങനെ സ്ലിപ്പായി ഒന്നും പോവാത്ത രീതിയിലുള്ള നഴ്സിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഷൂസ് ധരിക്കേണ്ടതാണ്. രണ്ടാമത്തത് objects with utmost care, proper waste disposal also. ഇനി എന്താ? ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അല്ലെ, വളരെ മൂർച്ചയുള്ള സാധനങ്ങള് കൈകാര്യം ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ വളരെ ശ്രദ്ധയോട് കൂടി അത് കൈകാര്യം ചെയ്യണം. അതോടൊപ്പം തന്നെ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, ശരിയായ രീതിയിൽ വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുക. 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലെ അപകട സാധ്യതകൾക്കെതിരെ അല്ലെങ്കിൽ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ പാലിക്കേണ്ടതായ പ്രതിരോധ നടപടികൾ. അതിലൊന്നാമത് put on shoes prepared for nurses with non-slip soles. സ്ലിപ്പ് ആവുന്നതാണെങ്കിൽ എന്താ? അവിടെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയില്ലേ?
ഇല്ലേ? സ്ലിപ്പ് ആകുന്ന ഒരു ഷൂ ആണ് ഇടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടുന്ന ആളുകളൊക്കെ സ്ലിപ്പ് താഴേക്ക് വീഴാൻ സാധ്യതയില്ലേ സ്ലിപ്പായിട്ട്? അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്ലിപ്പ് ആവാത്ത രീതിയിലുള്ള നഴ്സസിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഷൂസ് ധരിക്കുക. അത് ധരിച്ചു വേണം അവർ ആ ഓപ്പറേഷൻ തിയേറ്ററിലെ റൂമിൽ കയറാനായിട്ട്. രണ്ടാമത്തത് വളരെ ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ്, വളരെ മൂർച്ചയുള്ള സാധനങ്ങള് കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധയോട് കൂടിയായിരിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാലേ നമുക്ക് മുറിവുകൾ കാര്യങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ പറ്റും അല്ലെ? ആൻഡ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ, ശരിയായ രീതിയിൽ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുക. മൂന്നാമത്തത് ഇൻസ്റ്റോൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് called a skilled electrician to test and repair damaged equipments. എന്താണ് ഒരു ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? സർക്യൂട്ട് ബ്രേക്കർ. വെരി ഗുഡ്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? വീടുകളിലൊക്കെ ഉണ്ടോ? എന്താണ്? ഒത്തിരി ഇടിമിന്നൽ ഏൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒത്തിരി മഴയും എന്താണ് ഒത്തിരി മഴയൊക്കെ വരുന്ന സമയത്ത് നോർമലായിട്ട് നിങ്ങളുടെ ആ ഒരു സർക്യൂട്ട് ബ്രേക്ക് ആയിട്ട് ഓഫ് ആവാറുണ്ടോ? മീൻസ് സ്വിച്ച് ഓഫ് ആയി പോവാറുണ്ടോ? ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവാറില്ലേ? അത് തന്നെ അല്ലേ? ഇവിടെ എന്താണ് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററില് ഇതുപോലെ ഒത്തിരി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഒത്തിരി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഉപകരണങ്ങളിൽ നിന്നും ചിലപ്പോ എന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴി ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടുകൾ വരാം. കേട്ടിട്ടുണ്ടല്ലോ? ഒത്തിരി അപകടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ട് കാണും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഷോർട്ട് സർക്യൂട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററുമായി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വരാൻ പാടില്ല. അതിനുവേണ്ടി ഈ പറയുന്ന എന്താണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്, ശരിക്കും ഇതൊരു സേഫ്റ്റി ഡിവൈസ് ആണ് അല്ലെ? നമുക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്ന സമയത്ത് എന്താ ഷട്ട് ഓഫ് ചെയ്യാനായിട്ട് ഒത്തിരി ഇലക്ട്രിസിറ്റിയിലും കറണ്ടുകൾ വരുമ്പോൾ അതിന്റെ താരതമ്യം ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി അത് ഷട്ട് ഓഫ് ആവും അല്ലെ? ഇലക്ട്രിക്കൽ ഫോൾട്ടോ കാര്യങ്ങളോ ഒക്കെ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇത് ഷട്ട് ഓഫ് ആയി പോകുന്ന ആ ഒരു സേഫ്റ്റി ഡിവൈസ് ആണ് നമ്മുടെ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു ഉപകരണം ചിലപ്പോൾ ഡാമേജ്ഡ് ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള തകരാറുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നാൽ പോലും നമുക്ക് അവിടെ ഒരു അപകടം ഉണ്ടാവുന്നതിനെ കുറയ്ക്കാൻ പറ്റില്ലേ? അല്ലെ? ഇങ്ങനെയുള്ള ഓട്ടോമാറ്റിക്കലി അത് ഷട്ട് ഓഫ് ആയി പോകുന്നത് കൊണ്ട് തന്നെ ആ അപകടങ്ങളെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതോടൊപ്പം തന്നെ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ, ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള വൈവിധ്യമുള്ള ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു കൊണ്ടുവന്ന് കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ഉപകരണങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ ആണോ? പ്രോപ്പർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? വേറെ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ? അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലെ? ഇനി എന്തെങ്കിലും കാര്യങ്ങളോ തകരാറുകളോ കാര്യങ്ങളോ മെയിൻ്റനൻസ് ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് ആ ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്യുകയും വേണം, നന്നാക്കി എടുക്കുകയും വേണം അല്ലെ? അപ്പൊ ഈ പറയുന്ന 3 കാര്യങ്ങളിൽ നിന്നും കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഉപകരണങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ ലഭ്യമാകും. എന്താ പറഞ്ഞേ? ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ഇതൊരു സേഫ്റ്റി മെഷർ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഡിവൈസ് ആണ്. നമ്മുടെ ഇലക്ട്രിക് ഫോൾട്ടോ കാര്യങ്ങളിൽ നിന്നോ വരുന്ന ഇലക്ട്രിസിറ്റി ഓവർഫ്ലോ കാര്യങ്ങളോ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതായത് ഇലക്ട്രിസിറ്റി ഷട്ട് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ അവിടുത്തെ ഉപകരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒക്കെ കണ്ടെത്തിയാൽ അത് ഉടനെ തന്നെ റിപ്പയർ ചെയ്ത് നല്ല പ്രോപ്പർ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുക. ക്ലിയർ അല്ലേ പോയിന്റ്? നെക്സ്റ്റ് പറയുന്നത് put on a radiation dosimeter, badge or other when exposed to radiation. Follow all safety instructions to lessen exposure to a minimum. ഇനി എന്താ ഡെസിമീറ്റർ പഠിച്ചിട്ടുണ്ടോ? റേഡിയോളജിയിൽ ഗവൺമെന്റ് പഠിപ്പിച്ചോ? എക്സ്പോഷർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ? അത് അവിടുത്തെ ജീവനക്കാരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണെന്നും പഠിച്ചില്ലേ? പഠിച്ചിരുന്നോ? പഠിച്ചു.
ഓക്കെ, ഇപ്പൊ ഇനി എക്സ്ട്രാ പറയേണ്ട കാര്യമില്ലല്ലോ, അറിയാവുന്നതല്ലേ നിങ്ങൾക്ക്. അപ്പൊട്ടും റേഡിയേഷൻ ഡോസിമീറ്റർ, ബാഡ്ജ്, ചിലപ്പോൾ ബാഡ്ജ് പോലെയുള്ളതാവാം, മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഡോസിമീറ്റേഴ്സ് റേഡിയേഷനെതിരായിട്ട് അല്ലെ, എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ, റേഡിയേഷൻ എക്സ്പോസ്ഡ് ആവുന്ന ജീവനക്കാർ. ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിൽ എക്സ്റേ, സ്കാനിങ് മെഷീൻസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് അത് എടുക്കുന്ന സമയത്ത്, പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജീവനക്കാർക്ക് റേഡിയേഷൻസ് എക്സ്പോസ്ഡ് ആവുന്നുണ്ട് അല്ലെ, ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റേഡിയേഷൻ ഡോസിമീറ്ററുകൾ ഉപയോഗിക്കുക. ആൻഡ് ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ടു ലെസൻ എക്സ്പോഷർ ടു എ മിനിമം. ഈ എക്സ്പോഷർ മിനിമം ആക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ട് അതിനുള്ളിലുള്ള ജീവനക്കാര് പാലിക്കുകയും ചെയ്യുക. ഈ പറയുന്ന എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ നമ്മൾ അതിനുള്ളിലും നടത്തുന്നുണ്ട് അല്ലെ, റിയൽ ടൈം ഇമേജുകൾ എടുക്കാൻ വേണ്ടി. ആ സമയത്ത് ഇങ്ങനെ ഒത്തിരി ആളുകൾ നമ്മുടെ എക്സ്പോഷർ അധികം ആവാതെ ലെസ് ചെയ്തതിൽ കുറച്ചു കൊണ്ടുവരാൻ ആവശ്യമായുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന റേഡിയേഷൻ ഡോസിമീറ്ററുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് ആണ് ഇൻസ്റ്റാൾ എയർ കണ്ടീഷനിങ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ operating room to lessen heat stress and remove odor, gases and vapors. ഇനി എന്താ, ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളില് ഇൻസ്റ്റാൾ എയർ കണ്ടീഷനിങ്, എയർ കണ്ടീഷൻ ഉണ്ടാവും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, ഉണ്ടാവാറില്ലേ, എയർ കണ്ടീഷനിങ് വെക്കണം എന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. ആ എയർ കണ്ടീഷനിങ് വെക്കുക. ആൻഡ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ, ഒരു ഫലപ്രദമായ പൊതുവായ ഒരു വായു സഞ്ചാരം എന്തിനു വേണ്ടിയാ, ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കണം. ടു ലെസൺ ഹീറ്റ് സ്ട്രെസ്. എന്താ ഹീറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ഒരു ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുമ്പോ എന്തായിരിക്കാം? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ക്ലോസ്ഡ് ആക്കിയാണ് നമ്മൾ കൂടുതലും വെക്കുക അല്ലെ. പക്ഷെ സ്വാഭാവികമായിട്ടും അതെ ചൂടുണ്ടാകും അല്ലെ, താപസമ്മർദ്ദം ഉണ്ടാകാം. അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അതിനുവേണ്ടി AC-യും അതുപോലെ വളരെ ഫലപ്രദമായ ഒരു പൊതുവായ ഒരു വായു സഞ്ചാര ഏരിയയും ഉണ്ടായിരിക്കണം, ജനറൽ വെന്റിലേഷനും ഉണ്ടായിരിക്കണം. ദ ഓപ്പറേറ്റിംഗ് റൂം ടു ലെസൻ ഹീറ്റ് സ്ട്രെസ്, ഒരു ആ താപസമ്മർദ്ദത്തെ കുറയ്ക്കുക. റിമൂവ് ഓഡേഴ്സ്, പലതരത്തിലുള്ള മരുന്നുകളുടെ കാര്യങ്ങളിലൊക്കെ ഓഡേഴ്സ് അല്ലെങ്കിൽ മണങ്ങൾ, സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഗ്യാസ്, വേപ്പേഴ്സ് മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊക്കെ അങ്ങനെയുള്ള ഇത് ഗ്യാസോ വേപ്പേഴ്സോ ഒക്കെ വരാം. അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഈ പറയുന്ന നല്ലൊരു എയർ കണ്ടീഷനിങ്ങും അതുപോലൊരു ജനറൽ ആയിട്ടുള്ള ഒരു വെന്റിലേഷനും, ഫലപ്രദമായ ഒരു വെന്റിലേഷനും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് സെറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, നഴ്സസ് സെൻസിറ്റീവ് ടു നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് must use non-latex or powder-free latex gloves and avoid contact with other latex products. ചില നഴ്സസിന് അവരുടെ ബോഡി സെൻസിറ്റീവ് ആയിരിക്കും. എന്തിനോട് സെൻസിറ്റീവ് ആയിരിക്കും? എന്താണൊരു നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് എന്ന് പറഞ്ഞാല് എന്താണ്? ഗ്ലൗസുകള് നമ്മൾ കണ്ടിട്ടില്ലേ, നിങ്ങള് ഗ്ലൗസ് റബ്ബർ ടൈപ്പ് ആയിട്ടുള്ള ലാറ്റക്സ് കൊണ്ടുണ്ടാകുന്ന ഗ്ലൗസുകള്, അങ്ങനെയുള്ള ഗ്ലൗസുകൾ, അതായത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ നാച്ചുറൽ ലാറ്റക്സ് എന്ന് പറയുന്നത് റബ്ബറിന്റെ പാല് അല്ലെ, ആ റബ്ബർ പാല് കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ റബ്ബർ, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റബ്ബറിന്റെ ആ ഒരു ഐറ്റംസ്, നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ മൂലം ഉണ്ടാക്കുന്ന ചിലപ്പോ ചിലർക്ക് എന്തിനാ അതെ പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യും ചിലർക്ക് അത് സെൻസിറ്റീവ് ആയിട്ട് സ്കിന്നിന്, ചിലർക്ക് അത് അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അലർജി അല്ലെങ്കിൽ അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള നേഴ്സസ് ആണെങ്കിൽ അവരത് യൂസ് ചെയ്തത് അല്ലെ, അത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്. യൂസ് നോൺ ലാറ്റക്സ് ആയിട്ടുള്ള, എന്താണ് നോൺ ലാറ്റക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൗഡർ, ചില ഇതിൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്, പൗഡർ ഉണ്ടാവും ഗ്ലൗസിനുള്ളില്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാമായിരിക്കും. പൗഡർ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള പൗഡർ, ചിലർക്ക് ആ പൗഡർ ആയിരിക്കും ചിലപ്പോ അലർജി ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ള പൗഡർ ഫ്രീ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നോൺ ലാറ്റക്സ് ആയിട്ടുള്ള ഗ്ലൗസുകൾ അവർ ഉപയോഗിക്കുക. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് അതർ ലാറ്റക്സ് പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മറ്റ് ലാറ്റക്സ് പ്രൊഡക്ട്, ഗ്ലൗസ് മാത്രമല്ല ഇതുപോലെ ഇതേ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റു പ്രൊഡക്റ്റുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായിട്ടുള്ള കോണ്ടാക്റ്റുകളൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക. ക്ലിയർ അല്ലേ? നേഴ്സസ് അതിൽ നിന്ന്
നഴ്സസുമായി ബന്ധം അവരാണല്ലോ കൂടുതൽ ഗ്ലൗസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പൊ അത് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ ലാറ്റക്സുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവർക്ക് അലർജി മുതലായ കാര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെയുള്ളത് ഉപയോഗിക്കാതെ നോൺ ലാറ്റക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൗഡർ ഫ്രീ ആയിട്ടുള്ള ലാറ്റക്സ് ഗ്ലൗസുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അവർ ഈ ലാറ്റക്സ് പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കോണ്ടാക്ട് പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഫോളോ എസ്റ്റാബ്ലിഷ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ്. ഇനി എന്താണ് നോക്കി, ഫോളോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അസ്യൂമിങ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് മുതലായവ. അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സർജറീസോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും ഒക്കെ അവിടെ വരാൻ സാധ്യത കൂടുതലല്ലേ. അപ്പൊ അവിടെ ഇൻഫെക്ഷൻസ് വരാനും സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ്, ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, അത് ബ്ലഡിൽ നിന്നാവാം ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് മുതലായതിൽ നിന്നും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ടാവാം അല്ലെ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർ നിയന്ത്രണം, ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകള്, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സും കൃത്യമായിട്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക. എന്താണ് ഫോളോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അസ്യൂമിങ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ മുതലായവയിൽ നിന്നും പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ പറ്റിയൊരു ഇടമാണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിന് വേണ്ടി ഉചിതമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ സ്ഥാപിക്കുകയും ചെയ്യുക. Then wash hands and other exposed skin surfaces after coming into contact with the blood or body fluids. ഇനി എന്താ, ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എവിടെയായിട്ട്, ചിലപ്പോൾ നമ്മുടെ കൈകളിലായിരിക്കാം അതുമായിട്ട് കോണ്ടാക്ട് വന്നിരിക്കുന്നത് അല്ലെ, ചിലപ്പോൾ മറ്റേതെങ്കിലും സ്കിൻ സർഫസുകളിലായിരിക്കാം. അങ്ങനെ എവിടെയാണോ, ഹാൻഡിലാണെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള മറ്റ് സ്കിൻ സർഫസ് എവിടെയാണോ അവിടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉടനെ തന്നെ ഒരു കോണ്ടാക്റ്റിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ഉടനെ തന്നെ അത് വാഷ് ചെയ്ത് കളയുക. Then provide lifting aids for lifting and shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients. ഇനി എന്താ, ഒത്തിരി ഹെവി ആയിട്ടുള്ള ഒത്തിരി വെയിറ്റ് കാര്യങ്ങളുള്ള പേഷ്യൻസിനൊക്കെ നമുക്കൊരു സ്ട്രക്ചറിലേക്ക് കയറ്റാനും അതിനെ കൊണ്ടുപോകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെയും ഇത്തിരി ഹെവി വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള പേഷ്യൻസിലേക്ക് കൊണ്ടുപോകാൻ വ്യത്യാസമാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെ ലിഫ്റ്റ് ചെയ്ത് അവരെ ഉയർത്തി ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രൊസീജിയറിന് വേണ്ടി കൊണ്ടുപോകേണ്ടതായിട്ടൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള അവരൊരു ഹെവി പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അതിനുവേണ്ടി കൺസൾട്ട് ആൻഡ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്. ആരാണ് ഒരു ഒക്യുപ്പേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്? ആരായിരിക്കും? ആ ഒരു വർക്ക് പ്ലേസില് അവരുടെ ജീവനക്കാരുടെയും പേഷ്യൻസിന്റെയും ഒക്കെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ജീവനക്കാർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളാണ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്. അതെ, സെക്യൂരിറ്റി പോലെ തന്നെ സെക്യൂരിറ്റി അല്ല, പ്രധാനമായിട്ടും ഇപ്പൊ നമ്മുടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ അവിടുത്തെ വർക്കേഴ്സ്, അവിടുത്തെ സ്റ്റാഫുകളുടെയും പേഷ്യൻസിന്റെയും എല്ലാവരുടെയും സേഫ്റ്റി ആരുടെ ആയിരിക്കും ഉത്തരവാദിത്തം? ഈ പറയുന്ന ഒക്യുപ്പേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിന്റെ ആയിരിക്കും. അപ്പൊ അവരുടെ സഹായം അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്ത് എങ്ങനെയാണ് ഇവരെ കൊണ്ടുപോയത്, ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന്, ഇങ്ങനെ ഹെവി ആയിട്ടുള്ള പേഷ്യൻസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ലിഫ്റ്റ് ചെയ്യാനും അവരെ ഒരു സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ കാര്യങ്ങൾ വേണ്ടി വരും അല്ലെ. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ സുരക്ഷിതമായിട്ട് ഇവരെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഒക്യുപ്പേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വരുന്നത് ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജസ്. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസുകളൊക്കെ ലീക്കേജോ കാര്യങ്ങളോ വരുന്നുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ അല്ലെ, ഫയറുമായി ബന്ധപ്പെട്ട അഗ്നിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫയറുമായി ബന്ധപ്പെട്ട അപകടമൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്? പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ അപകട സാധ്യതകള് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ പ്രതിരോധ നടപടികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും? വേഗം ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സ്.
ലാസ്റ്റ് പോയിന്റോ കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എന്താണ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങളൊക്കെ വരാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു വെക്കാണ്. കണ്ടിട്ടില്ലേ നിങ്ങള്? ലാറ്റക്സ് പോയിന്റ്സ് എന്താണ് നോൺ സ്ലിപ്പ് സോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ? നമ്മുടെ ഇതില്ലേ നമ്മുടെ ചെരുപ്പിന്റെ അടിയിൽ ഒരു ഗ്രിപ്പുള്ള ഭാഗമില്ലേ? ഗ്രിപ്പുള്ള ഒരു ഭാഗമില്ലേ ചെരുപ്പിന്റെ അടിയില്? അതാണ് ശരിക്കും സ്ലിപ്പ് സോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാഗം കേട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ ഗ്രിപ്പ് ഉള്ളത്, അതായത് ചിലതിന് അധികം ഗ്രിപ്പ് ഒന്നും ഉണ്ടാവില്ല അല്ലെ, അങ്ങനെയുള്ളത് പെട്ടെന്ന് തെന്നി വീഴാൻ സാധ്യതയുണ്ട്. അതേസമയം നോൺ സ്ലിപ്പ് ആയിട്ടുള്ള സോൾസ്, അതായത് ഗ്രിപ്പുള്ള നമുക്ക് തെന്നി വീഴാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള അങ്ങനെ ഉള്ള സോൾസ് ഉള്ള ഷൂസ് യൂസ് ചെയ്യാം. മനസ്സിലായോ? നീ എന്താണ് നെക്സ്റ്റ് ഡൗട്ട് ചോദിച്ചത്? ലാസ്റ്റ് പോയിന്റ് ആണോ? ലാസ്റ്റ് പോയിന്റ് അല്ലേ ഇപ്പൊ പറഞ്ഞ മിസ്? കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ അല്ലേ ചോദിച്ചത്? കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആ ഒരു ഓപ്പറേഷൻ തിരിച്ചുമായിട്ട് എന്തെങ്കിലും ഫയറുമായി ബന്ധപ്പെട്ട അഗ്നിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ ഉണ്ടാവുകയാണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. കണ്ടിട്ടുണ്ടോ? ഫയർ എക്സ്റ്റിങ്വിഷർ ഒക്കെ കണ്ടിട്ടുണ്ടോ? അവിടെ അതുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി, അതിന്റെ ആ ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെക്കണം. ക്ലിയർ ആയോ? സിക്സ്ത് വണ്ണോ? നഴ്സസിന്റെ കാര്യമാണോ പറഞ്ഞത്? നഴ്സസ് അതാണോ പറഞ്ഞത്? ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചില സ്കിന്നിൽ ചിലവർക്ക് അലർജി ഒക്കെ ഉള്ള ആളുകളില്ലേ, ചില സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ലാറ്റക്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ റബ്ബർ പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോ സെൻസിറ്റീവ് ആയിരിക്കും അവരുടെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ ചില നഴ്സസിന്റെ സ്കിന്നുകൾക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ അലർജി ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അങ്ങനെ അലർജി ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള നാച്ചുറൽ റബ്ബർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗ്ലൗസ് യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. കേട്ടോ, അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ ലാറ്റക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്താണ് ഗ്ലൗസുകളോ കാര്യങ്ങളോ ധരിക്കാതിരിക്കുക. ചിലർക്ക് ഈ ഗ്ലൗസിനുള്ളിൽ ഒരു പൗഡർ ഉണ്ടാവും. ആ ഒരു പൗഡർ വെച്ചായിരിക്കും ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും ചിലപ്പോൾ അലർജി വരാൻ സാധ്യതയുള്ളത്, സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ അത് ഗ്ലൗസ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഇടങ്ങളിൽ ചിലപ്പോൾ അലർജി ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം എന്ന് പറയുന്നു. അൺലൈൻഡ് പോയിന്റ്സ് ഇല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ പ്രിവെന്റീവ് മെഷേഴ്സിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടാണ്. പിന്നെ അറിയാലോ നമ്മുടെ ആ ഒരു റേഡിയേഷൻ മെഷേഴ്സിന് എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്, എന്താണ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ റേഡിയേഷൻ ഡോസിമീറ്ററുകൾ ഉപയോഗിക്കും എന്നാ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ? അതറിയാലോ. നെക്സ്റ്റ് ഇതാ പറഞ്ഞേ, സെവൻത് പോയിന്റോ, ഫോളോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലല്ലേ? അല്ലെ? ഇപ്പൊ അവിടെയുള്ള പേഷ്യൻസിന്റെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ, ആ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും, അതിനനുസരിച്ച് മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള മുൻകരുതൽ പോലെയുള്ള നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക. അപ്പൊ അങ്ങനെയുള്ള പല നടപടിക്രമങ്ങളിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് തടയാനായിട്ട് സാധിക്കുള്ളൂ. ഒരു മുൻകരുതലാണ് ശരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. നെക്സ്റ്റ് വരുന്നതാണ്
എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. ഏതൊക്കെയാണ് ഒരു എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്? നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു എമർജൻസി എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അടിയന്തര ഉപകരണങ്ങൾ അല്ലെ, എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ അടിയന്തരമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഏതൊക്കെയാണ്? നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് കാർഡിയാക് ട്രോളി വിത്ത് defibrillator has to be readily available. എന്താണ് defibrillator? പഠിച്ചാണോ? ആംബുലൻസ് സർവീസ് എടുത്തോ? ചാപ്റ്റർ എടുത്തു. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ defibrillator എന്താണ് ഒരു defibrillator? എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്? ഹാർട്ട് അല്ലെ, നമ്മുടെ ഹാർട്ടിന്റെ ഹാർട്ട് ബീറ്റിനെ റെസ്യൂം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുനരാരംഭിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന, അതെ, അറ്റാക്ക് വരുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഒരു കാർഡിയാക് ട്രോളി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു ഹാർട്ട് ഫെയിലിയർ ആയിട്ടുള്ള ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു, അപ്പൊ നമ്മൾ അവിടെ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു ട്രോളിയാണ് കാർഡിയാക് ട്രോളി. പലതരത്തിലുള്ള ട്രോളീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഉപകരണങ്ങൾ കൊണ്ടുപോകാനുള്ളതുണ്ട്, അല്ലാതെ നമ്മുടെ മരുന്നുകൾ കൊണ്ടുപോകാനുള്ളതുണ്ട്, മറ്റ് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേറെ ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ടൈപ്പുകളുണ്ട്. അപ്പൊ അതിൽ ഇത് കാർഡിയാക് ട്രോളി എന്ന് പറയുമ്പോൾ അവിടെ ഡീഫൈബ്രിലേറ്റർ മുതലായ ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന, കാർഡിയാക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഹാർട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് അടിയന്തരമായിട്ട് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാല് നമുക്ക് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അതിലൊന്നാണ് ഡീഫൈബ്രിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡീഫൈബ്രിലേറ്റർ മുതലായവ ഉൾപ്പെടുന്ന ഒരു കാർഡിയാക് ട്രോളി ഹാസ് ടു ബി റെഡ്ലി അവൈലബിൾ. എപ്പോഴും എളുപ്പത്തിൽ എന്തായിരിക്കണം? ലഭ്യമാക്കിയിരിക്കണം. മനസ്സിലായോ? എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നത്, എമർജൻസി ആയിട്ടൊരു സിറ്റുവേഷൻ എപ്പോഴാണോ വരുന്നത് നമുക്ക് മുൻകൂട്ടി പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ, എപ്പോ വേണമെങ്കിലും വരാം. അപ്പൊ വരുന്ന സമയത്ത് ഉടനെ നമുക്ക് ഇത് അവൈലബിൾ ആക്കി കൊടുക്കാൻ സജ്ജമാക്കി വെക്കണം. രണ്ടാമത്തത് ഡു ഓൾ പേഴ്സണൽ നോൺ ഇറ്റ്സ് ലൊക്കേഷൻ. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ എല്ലാ വ്യക്തികൾക്കും ഇതിന്റെ ഓരോ ഉപകരണങ്ങളും വെച്ചിരിക്കുന്നതിന്റെ ലൊക്കേഷനുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വേണ്ടേ? അപ്പൊ ആ ഒരു ഓപ്പറേഷൻ നടത്തുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു ഉപകരണം ആവശ്യമായി വരുന്നത് അല്ലെ, അല്ലെങ്കിൽ എന്ത് സാധനങ്ങളും പെട്ടെന്ന് ചിലപ്പോൾ ആവശ്യമായി വരുന്ന സമയത്ത് അന്നേരം ഇന്ന ആൾക്ക് അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര നേരം വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? അല്ല, ആ ഒരു വ്യക്തി അവിടെ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മറ്റെന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ വ്യക്തിയാണ് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഉടനെ എടുത്തു കൊടുക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും എല്ലാ സാധനങ്ങളും എവിടെയാണ്, ഓരോന്നിന്റെയും ലൊക്കേഷൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയണം അല്ലെ. മനസ്സിലാവുന്നുണ്ടോ? മിസ് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഡു ഓൾ പേഴ്സണൽ നോൺ ഇറ്റ്സ് ലൊക്കേഷൻ. ഓരോ സാധനങ്ങളും എവിടെയാണ്, ഓരോ ലൊക്കേഷൻ ഏതൊക്കെ ലൊക്കേഷനിലാണോ വെച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് അവിടെയുള്ള എല്ലാ ജീവനക്കാർക്കും അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ബി പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് എമർജൻസി എക്യുപ്മെന്റ്, ചെക്കിംഗ് ഓഫ് മെഡിസിൻസ് വിച്ച് ആർ എക്സ്പയർഡ് ആൻഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. ഇനി എന്താ പറയുന്നത്? അതായത് ഇപ്പൊ ഓരോ വ്യക്തികൾക്കും അവിടെയുള്ള ഓരോ ഓപ്പറേഷൻ തിയേറ്ററിലെ ഓരോ പേഴ്സണൽസിനും അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെ, അവരുടേതായ പ്രത്യേകമായിട്ടുള്ള ജോലികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വെറുതെ അവരെ ഉള്ളിൽ കയറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്. അവർക്ക് ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ടു ബി പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് എമർജൻസി എക്യുപ്മെന്റ്, ചെക്കിംഗ് ഓഫ് മെഡിസിൻ. അതുപോലെ ഓരോ എമർജൻസി എക്യുപ്മെന്റ്സുകൾ കൃത്യമായിട്ട് കണക്ഷൻ കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, മെഡിസിൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, അവൈലബിൾ അല്ലെങ്കിൽ ഉടനെ അത് വരുത്തിക്കുക. ആൻഡ് വിച്ച് ആർ എക്സ്പയർഡ്, അവിടെയുള്ള മരുന്നുകളും മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എക്സ്പയർഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. അതെ, എക്സ്പയർഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്, അവിടെ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും പ്രിവെന്റീവ് ആയിട്ട്, പ്രതിരോധപരമായിട്ട് നമ്മളവിടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുക. ഒരിക്കലും ആ ഉപകരണങ്ങൾ ചീത്തയായിട്ടല്ല നമ്മളവിടെ വർക്ക് എന്താണ് മെയിന്റനൻസ് അല്ലെങ്കിൽ റിപ്പയറിംഗ് ചെയ്യേണ്ടത്, മറിച്ച് എന്താ ചെയ്യേണ്ടത്? അത് ചീത്തയാവുമെങ്കിൽ അത് മോശമാവുന്നതിന് മുൻപ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് എന്ത് ചെയ്യണം?
കൃത്യമായിട്ട് റിപ്പയറുകൾ ചെയ്ത്, അത് പ്രിവെന്റീവ് ആണ്, നമ്മൾ പ്രതിരോധ നടപടി എന്ന് പറയാം അല്ലെ. നമ്മളവിടെ എന്താണ് കേടുപാടുകൾ വരുന്നതിന് മുൻപേ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തത് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ വർക്കിംഗ് കണ്ടീഷനിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആരുടെ ഡ്യൂട്ടി തന്നെയാണ്? ഒരു എമർജൻസി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചുമതലകളാണ്. എന്താണ് ഒരു എമർജൻസി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചുമതലകള്? ഒരു കാർഡിയാക് ട്രോളീസ് വിത്ത് ഡീഫൈബ്രിലേറ്റർ കൂടി ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു കാർഡിയാക് ട്രോളി, ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് ഉടനെ നമുക്കത് എന്ത് ചെയ്യണം? അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്ന രീതിയിൽ റെഡിയാക്കി അല്ലെങ്കിൽ സജ്ജമാക്കി വയ്ക്കുക. രണ്ടാമതായിട്ട് ഓൾ പേഴ്സണൽ നോയിസ് ലൊക്കേഷൻ, ഓരോ സാധനങ്ങളും ഓരോ ഉപകരണങ്ങളുടെയും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു കാർഡിയാക് ട്രോളി മാത്രമല്ല, ഓരോ ഉപകരണങ്ങളും എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻ അവിടെയുള്ള എല്ലാ ജീവനക്കാർക്കും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മൂന്നാമത് പറയുന്നത് ഓരോ ജീവനക്കാർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഓരോ എമർജൻസി എക്യുപ്മെന്റ്സിന്റെ കണക്ഷനും കാര്യങ്ങളും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, മെഡിസിൻസ് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് എക്സ്പേർട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ, ഇനി എന്തെങ്കിലും അവൈലബിൾ ആവാനുണ്ടോ, എന്തെങ്കിലും കുറവുകളുണ്ടോ. എമർജൻസി മെഡിസിൻസ് ആണ്, ഓപ്പറേഷൻ തിയേറ്ററിലാവുമ്പോൾ അത്യാവശ്യം വരുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കണം അല്ലെ. ഒട്ടും സമയം നമുക്ക് കളയാൻ അവിടെ ഉണ്ടാവില്ല, പോയി എടുത്തുകൊണ്ടുവരാനോ പിടിക്കാനുള്ള സമയമൊന്നുമില്ല. പെട്ടെന്ന് അവിടെ എല്ലാം റെഡിയാക്കി വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായിട്ട് ആനുകാലികമായിട്ട് അത് ചെക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ നന്നായി പ്രവർത്തിക്കുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തേണ്ടതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്. ക്ലിയർ ആണോ? അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്തതാണ് administration must involve standard policy for protection of patients in operation theatre. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പോളിസി എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന സ്റ്റാൻഡേർഡ് പോളിസികൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളും നയങ്ങളും എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒത്തിരി പേഷ്യൻസ് വരുന്നുണ്ടാവില്ലേ അല്ലേ? അവരെ ഓരോരുത്തരെയും നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ. അവിടെ പേഷ്യൻസിനെ അല്ലെങ്കിൽ രോഗിയെ തിരിച്ചറിയാനുള്ള രീതികൾ നമ്മൾ നോക്കണം. മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. പല മെത്തേഡുകളിലൂടെ നമുക്ക് രോഗിയെ തിരിച്ചറിയാൻ പറ്റും. എന്തൊക്കെ രീതിയിൽ നമുക്ക് രോഗിയെ തിരിച്ചറിയാൻ പറ്റും? ഒരു സർജറിക്ക് ഒത്തിരി പേരുണ്ടെങ്കിൽ അവിടെ പേഷ്യൻസ് ഓരോന്നിനും ഓരോരുത്തരും എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഓപ്പറേഷനൊക്കെ കയറിയവരൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ രോഗിയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവർ ചെയ്യുന്നത്? എന്തൊക്കെയാ? നെയിം ടാഗ് കാര്യങ്ങളൊക്കെ തരും അല്ലെ? ആണോ? തരാറുണ്ടോ? അതെ, കൈകളിലുണ്ടാവും അല്ലെ. ഏജ്, നമ്മുടെ നെയിം ടാഗ്, പേര് അല്ലെ, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള അതെ ഡ്രസ് കോഡുകളായിട്ടാവാം അല്ലെ. ഒത്തിരി രീതിയിൽ അങ്ങനെ. അപ്പൊ എപ്പോഴും ഒരു പേഷ്യന്റിന് ഒരു പ്രൊട്ടക്ഷൻ ആണ്. കാരണം എന്തുകൊണ്ടാ? ഇങ്ങനെ ഒരു നെയിം ടാഗ് കാര്യങ്ങളോ ഇല്ല എങ്കിൽ എന്താ പറ്റുക? അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ? പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് പ്രശ്നമുള്ളത്? എന്തായിരിക്കാം? എന്താവാം? ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു 3-4 പേര് ഇരിക്കുന്നു. പല ഓപ്പറേഷന് വേണ്ടി വന്നിരിക്കുന്ന ഇത് പ്രൊസീജിയർ മാറിപ്പോവോ? ആള് മാറിപ്പോവും അല്ലെ? അതെ, ആള് മാറിപ്പോവും. അപ്പൊ കൃത്യമായ പേഷ്യൻസിനായിരിക്കണം കൃത്യമായ സർജറീസ് അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് പ്രൊട്ടക്ഷൻ ഭാഗമാണ് അല്ലെ. പേഷ്യൻസിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷന്റെ ഭാഗമല്ലേ ഇത്. പേഷ്യൻസിന് എന്ത് പ്രൊസീജിയർ ആണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് സർജറിക്കാണോ വന്നിരിക്കുന്നത് അത് തന്നെയായിരിക്കണം കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പേഷ്യൻസിനെ തിരിച്ചറിയണം അല്ലെ. ഓരോ പേഷ്യന്റും ഏതാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അതിനനുസരിച്ചുള്ള രീതികൾ അവിടെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തത്
restraining of patients during movement. ഇനി എന്താ പേഷ്യൻസിനെയൊക്കെ ഇപ്പൊ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പാടില്ല അല്ലെ. ഒരു പേഷ്യന്റ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയാൽ അവർ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊണ്ടുപോകുമോ? പേഷ്യൻസിന്റെ മൂവ്മെന്റുകൾ എങ്ങനെയായിരിക്കും? വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അല്ലെ. വളരെ കൃത്യമായ നിയന്ത്രണങ്ങളോടുകൂടി, അതായത് വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ എന്തെങ്കിലും പ്രൊസീജിയറോ കാര്യങ്ങളോ ഒക്കെ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ ചെയ്യണമെങ്കിൽ മാത്രം ഡയഗ്നോസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമേജുകളോ കാര്യങ്ങളോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മാത്രം അത്രയും നിയന്ത്രണത്തിലൂടെ ആയിരിക്കണം അവിടെ പേഷ്യൻസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ ആവശ്യമായ പേഷ്യൻസിനെ മാത്രമേ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തി വിടുള്ളൂ അല്ലെ. അല്ലാതെ പേഷ്യൻസിനെ എല്ലാവരും കയറ്റി വെക്കോ? ഇല്ല. വളരെ അത്യാവശ്യം ഒരു സമയത്ത് ഇത്ര സമയത്തിനുള്ളിൽ ആർക്കൊക്കെയാണോ അവിടെ പ്രൊസീജിയർ ചെയ്യുന്നത് അവരെ മാത്രമാണ് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുക അല്ലെ. അല്ലാതെ എല്ലാവരെയും കൊണ്ടുവന്ന വാർഡ് പോലെ നിർത്തി നിർത്തുന്നില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു നിയന്ത്രണം അവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് കാരണം സുരക്ഷയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്. മൂന്നാമത് പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിംഗ്. ഇനി ഒരു ഓപ്പറേറ്റിംഗ് ടേബിളിൽ അവരെ കിടത്തുന്ന സമയത്ത് ചിലപ്പോൾ അവരെ ചെരിച്ചു കിടത്തേണ്ടതായിട്ട് വരാം അല്ലെ. ആണോ? ചിലപ്പോൾ തിരിക്കുകയോ ചെരിച്ചു കിടത്തേണ്ടതൊക്കെ ആയിട്ട് വരാം അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് അവരെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പൊ ആ സമയത്തൊക്കെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷനിൽ സുരക്ഷ ഉറപ്പുവരുത്തണം. മനസ്സിലായോ? അപ്പൊ അവിടെ എപ്പോഴും ജീവനക്കാർ അതിനു വേണ്ടി സഹായിക്കാനായിട്ട് അവർ കൂടി ഉണ്ടാവണം. ഇപ്പൊ പേഷ്യൻസ് ഒരു ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ടേൺ ചെയ്യാം, ചരിയാം, അല്ലെങ്കിൽ തിരിച്ചു കിടക്കാം ചിലപ്പോ അവരെ. ആ സമയത്തൊക്കെ താഴേക്ക് വീണ്ടും പോകാനായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ കുറയ്ക്കണം. അത് കൂടാതെ അവർ ചിലപ്പോ ഇവിടെ നിന്ന് ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് മാറ്റി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, മറ്റൊരു സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകണം. ചിലപ്പോ ഓപ്പറേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മൾ റിക്കവറി റൂമിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ അതിന് വളരെ സേഫ് ആയിട്ടായിരിക്കണം അവരതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും അവരോട് താഴെ വീഴാനോ അല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാനോ പാടില്ല. അങ്ങനെയായിരിക്കണം അവിടുത്തെ പ്രൊട്ടക്ഷൻ ഉണ്ടാവേണ്ടത്. ലാസ്റ്റ് വരുന്നത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ. അവിടെ ഒരു അണുബാധയോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ പ്രതിരോധ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് അവിടെ സ്ഥാപിക്കുകയും വേണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സ്റ്റാൻഡേർഡ് പോളിസികളാണ് അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടേണ്ടത്? എന്തിനു വേണ്ടി? ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് പോളിസികളാണ് പറയുന്നത്. 4 പോയിന്റ്സും ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചിട്ട് പറഞ്ഞ മിസ്സിന്റെ അടുത്ത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങള് സ്പില്ലേജ് വേസ്റ്റ് കൂടി ഒന്ന് കയ്യിൽ കരുതിയേക്കാം കേട്ടോ. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് അടുത്തൊരു ചാപ്റ്റർ മിസ് അതാണ് എടുക്കാൻ പോകുന്നത്, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കുറച്ച് ഭാഗം കൂടി ഉള്ളേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും കേട്ടോ. ഈ ഒരു കുറച്ച് ഭാഗം കൂടിയുള്ള റിക്കവറി റൂമുമായി ബന്ധപ്പെട്ടതും റീസ്റ്റൈൻ ഒന്ന് നിയന്ത്രിക്കുക കേട്ടോ. എന്താണ് സിനി ചോദിച്ചത്? സെക്കൻഡ് പോയിന്റ് ആണോ ചോദിച്ചേ? സെക്കൻഡ് പോയിന്റോ? റീസ്റ്റൈനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. അതായത് ഇപ്പൊ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ അവരവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രൊസീജിയറോ കാര്യങ്ങളൊക്കെ വേണ്ടി അവരുടെ മൂവ്മെന്റ് അത് വളരെ നിയന്ത്രിച്ചായിരിക്കണം ചെയ്യേണ്ടത്. ഒരിക്കലും അങ്ങോട്ട് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ കാര്യങ്ങളൊന്നും പാടില്ല അല്ലെ. ഒരു പ്രാവശ്യം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ പുറത്തേക്ക് വിടുന്നില്ലല്ലോ. കൃത്യമായി നിയന്ത്രണത്തിലായിരിക്കും അവരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ എന്തായാലും നിങ്ങൾ ഒരു അടുത്തൊരു ചാപ്റ്ററും കൂടി കയ്യിൽ കരുതിയേക്കണം കേട്ടോ. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ എത്രയാണ് നിങ്ങളുടെ എത്രയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ.